ഹായ്, നമ്മൾ ഗോസ് ഫോർമുല എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനാണ് നോക്കുന്നത്. ഫോർ സെഡ് നോട്ട് ഈക്വൽ ടു 0, -1 എക്സെട്ര. അതായത് ഇവിടെ ഒരിക്കലും എന്താകാൻ പാടില്ല, സെഡ് 0യോ -1ഓ -2ഓ നെഗറ്റീവ് നമ്പേഴ്സും 0യും വരാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഗാമ ഓഫ് സെഡ് അല്ലെങ്കിൽ ഗോസ് ഫോർമുല ഡിഫൈൻ ചെയ്യുന്നത് ഗാമ ഓഫ് സെഡ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻ ടു ഇൻഫിനിറ്റി n ഫാക്ടോറിയൽ n റേസ് ടു z ബൈ z ഇൻറ്റു z+1 z+2 എക്സെട്ര z+n ആണ്. അപ്പോൾ ഇപ്പോൾ സെഡ് 0 ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിനോമിനേറ്റർ എന്തായിട്ട് മാറും, നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാതെയാവും. -1 ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാതെയാവും. -n ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാതെയാവും. സോ ഈ ഫോർമുല ഡിഫൈൻഡ് ആവണമെങ്കിൽ എന്തായിരിക്കണം, സെഡ് ഒരിക്കലും 0യോ -1, അതായത് 0 നെഗറ്റീവ് നമ്പേഴ്സ് വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഗോസ് ഫോർമുല നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ദെൻ അടുത്ത് ഫംഗ്ഷണൽ ഇക്വേഷൻ പറഞ്ഞു. ഫോർ സെഡ് നോട്ട് ഈക്വൽ ടു 0, -1 ഗാമ ഓഫ് z+1. അതായത് ഗോസ് ഫോർമുല പറഞ്ഞ ഗാമ ഓഫ് സെഡ് ആയിരുന്നു. അതിൽ ഗാമ ഓഫ് z+1 പറഞ്ഞത് സെഡ് ഇൻറ്റു ഗാമ ഓഫ് സെഡ് നമുക്ക് എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് അടുത്തത്, അതിൻ്റെ ഒരു പ്രൂഫാണ് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ഗാമ ഓഫ് z+1 ഈക്വൽ ടു സെഡ് ഇൻറ്റു ഗാമ ഓഫ് സെഡ് എന്നാണ് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഗാമ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഗാമ ഓഫ് z+1 ആണ് നോക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ് n ടെൻ ടു ഇൻഫിനിറ്റി n ഫാക്ടോറിയൽ n റേസ് ടു z+1 ഡിവൈഡഡ് സെഡിൻ്റെ സ്ഥലത്ത് z+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ z+1 ഇൻറ്റു z+2 ഇൻറ്റു എക്സെട്ര z+n+1 എന്നാവും. ഓക്കെ, z+n+1 ആവും. ദെൻ നമ്മൾ ഈ സെഡിനെ ഔട്ട് സൈഡിൽ എടുക്കുക, അതായത് സെഡിന് ഔട്ട് സൈഡിൽ എടുക്കല്ല, സെഡ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യും ചെയ്യുക, ഡിവൈഡ് ചെയ്യും ചെയ്യുക. അപ്പോൾ ഇവിടെ സെഡ് എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ലിമിറ്റ് n ടെൻ ടു ഇൻഫിനിറ്റി ആണ് കൊടുക്കുന്നത്. സെഡിന് അവിടെ വാല്യൂ ഇല്ല, സോ സെഡിന് നമ്മൾ ഔട്ട് സൈഡിൽ എടുത്തു. ദെൻ ലിമിറ്റ് n ടെൻ ടു ഇൻഫിനിറ്റി n ഫാക്ടോറിയൽ ബൈ n റേസ് ടു z+1. n റേസ് ടു സെഡ്, ഇവിടെ n റേസ് ടു z+1 നമ്മൾ n റേസ് ടു സെഡ് ഇൻറ്റു n എന്നാക്കി n റേസ് ടു 1. ഓക്കെ, n രണ്ടെണ്ണാക്കി രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, എവിടെ n+1 വരെയാണ്, അതായത് z+1 ഇൻറ്റു z+2 എക്സെട്ര z+n ഇൻറ്റു z+n+1 എന്നാണ് ഉള്ളത്. അപ്പോൾ ഈ z+n വരെയുള്ള നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ എഴുതി. ഓക്കെ, ഗാമ ഓഫ് സെഡ് n ഫാക്ടോറിയൽ z ഇൻറ്റു z+1 ഇൻറ്റു z+n. ദെൻ ബാക്കി ഒരു ടേം വരുന്നത് n റേസ് ടു z+1 മേലെ വരുന്നത് n ആണ്, ഇവിടെ എന്ത് വരുന്നത് z+n+1. സോ n ഡിവൈഡഡ് z+n+1 വന്നു. ഓക്കെ, അപ്പോൾ സെഡ് ഇൻറ്റു ഇത്രയും ഭാഗം എന്താണ്, ഗാമ ഓഫ് സെഡ് എന്ന് വരും. ഓക്കെ, ഇതിന് ഗാമ ഓഫ് സെഡ്. അപ്പോൾ സെഡ് ഇൻറ്റു ഗാമ ഓഫ് സെഡ് ഇൻറ്റു ലിമിറ്റ് n ടെൻ ടു ഇൻഫിനിറ്റി n ബൈ z+n+1 വന്നു. അപ്പോൾ എന്ത് ചെയ്യുക, n ഡിവൈഡ് ചെയ്യുക, n ത്രൂ ഔട്ടായി ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ n ബൈ n 1/z/n + 1 ആവും. അപ്പോൾ ഇവിടെയും 0 ആവും, ഇവിടെയും 0 ആവും. അപ്പോൾ ബാക്കി വരെ എന്താ, 1 ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ ടേം 1 ആയി. സോ ലിമിറ്റ് n ബൈ z+n+1 ഈക്വൽ ടു 1 എന്നായി. നൗ കൺസിഡർ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഗാമ ഓഫ് z+1 ഈക്വൽ ടു z ഇൻറ്റു ഗാമ ഓഫ് സെഡ് എന്ന് കിട്ടി. ഓക്കെ, ഇതിനർത്ഥം നൗ കൺസിഡർ ഗാമ ഓഫ് z+2. ഇനി നമ്മൾ ഗാമ ഓഫ് z+2 എന്ന് എടുക്കണം. ഗാമ ഓഫ് z+2 നമുക്ക് തന്നെ എഴുതാം, ഗാമ ഓഫ് z+1 + 1 എഴുതാം. ഓക്കെ, ഗാമ ഓഫ് z+1 + 1 എഴുതി. ദെൻ z+2 നമ്മൾ ഗാമ ഓഫ് z+1 നമ്മൾ z+2 നമ്മൾ ഗാമ ഓഫ് z+1 + 1 എഴുതി. ഇനി ഗാമ ഓഫ് z+1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സെഡ് ഇൻറ്റു ഗാമ ഓഫ് സെഡ് ആണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഗാമ ഓഫ് z+1 ഈക്വൽ ടു സെഡ് ഇൻറ്റു ഗാമ ഓഫ് സെഡ് ആണ്. ഓക്കെ, ദെൻ ഗാമ ഓഫ് z+1 നമുക്ക് എങ്ങനെ എഴുതാം, z+1 ഇൻറ്റു ഗാമ ഓഫ് z+1 എഴുതാം. അത് റിസൾട്ടാണ് കേട്ടോ. ഗാമ ഓഫ് z+2 ഈക്വൽ ടു z+1 ഇൻറ്റു ഗാമ ഓഫ് z+1 എഴുതാം. ഓക്കെ, ബൈ ദി ഫംഗ്ഷണൽ ഇക്വേഷൻ. അത് ഫംഗ്ഷണൽ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ നമ്മൾ എഴുതിയത്. എ സെക്കൻഡ് അപ്ലിക്കേഷൻ ഓഫ് 7.5. അതായത് ഇനി ഇപ്പോൾ ഇത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്ത്, ഗാമ ഓഫ് z+1 ഈക്വൽ ടു z ഇൻറ്റു ഗാമ ഓഫ് സെഡ് ആണെന്നുള്ളത്. സോ അതേപോലെ നമ്മൾ ഗാമ ഓഫ് z+2 എന്ന് എഴുതി. z+2 അതായത് ഇപ്പോൾ z+1 ആകുമ്പോൾ ഇവിടെ എന്ത് എഴുതിയത്, z+1 -1 ഒരു ടേമാണ് ഇൻറ്റു ഗാമ ഓഫ് z+1 -1. സോ ഇതേപോലെ ഗാമ ഓഫ് z+2 നമുക്ക് തന്നെ എഴുതാം, ഗാമ ഓഫ് z+2 -1. സോ z+2 -1. അപ്പോൾ നമ്മൾ
സെക്കൻഡ് ആപ്ലിക്കേഷനാണ് നോക്കുന്നത് 7.7 എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷണൽ ഇക്വേഷൻ്റെ സെക്കൻഡ് ആപ്ലിക്കേഷൻ ഗീവ്സ് ഗാമ ഓഫ് സെറ്റ് പ്ലസ് ടു നമുക്ക് എങ്ങനെ എഴുതാം സെഡ് ഇൻറ്റു സെറ്റ് പ്ലസ് വൺ ഇൻറ്റു ഗാമ ഓഫ് സെറ്റ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഗാമ ഓഫ് സെറ്റ് പ്ലസ് വണ്ണിന് നമുക്ക് എങ്ങനെ എഴുതി സെഡ് ഇൻറ്റു ഗാമ ഓഫ് സെറ്റ് എന്ന് എഴുതി. അതായത് ഒരു -1 സെറ്റ് പ്ലസ് വൺ -1 ടേമാണ് ഇവിടെ എഴുതുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് എഴുതി ഗാമ ഓഫ് സെറ്റ് പ്ലസ് ടുവിന് നമ്മൾ എഴുതി സെറ്റ് പ്ലസ് ടു ഈക്വൽ ടു സെറ്റ് പ്ലസ് വൺ ഇൻറ്റു ഗാമ ഓഫ് സെറ്റ് പ്ലസ് വൺ എന്ന് എഴുതി. ഓക്കെ, ഇപ്പോൾ ഈ സെറ്റ് പ്ലസ് വൺ അവിടെ നിൽക്കുക. ഈ ഗാമ ഓഫ് സെറ്റ് പ്ലസിന് നമുക്ക് വീണ്ടും എന്ത് എഴുതാം സെഡ് ഇൻറ്റു ഗാമ ഓഫ് സെറ്റ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അത് സെഡ് ഇൻറ്റു സെറ്റ് പ്ലസ് വൺ ഇൻറ്റു ഗാമ ഓഫ് സെറ്റ് എന്ന് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പ്രൊസീജിയർ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ ഗാമ ഓഫ് സെറ്റ് പ്ലസ് എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം സെഡ് ഇൻറ്റു സെറ്റ് പ്ലസ് വൺ ഇൻറ്റു എക്സെട്ര സെഡ് പ്ലസ് n-1 ഗാമ ഓഫ് സെറ്റ് എന്ന് എഴുതാം. അതായത് ഗാമ ഓഫ് സെറ്റിൻ്റെ ടേംസിലേക്ക് മാറ്റി നമ്മളെല്ലാത്തിനും. ഫോർ n നോൺ നെഗറ്റീവ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ നോൺ നെഗറ്റീവ് ഇൻറ്റിജറാണ്. സെറ്റ് ഒരിക്കലും എന്താവാൻ പാടില്ല സീറോയോ നെഗറ്റീവ് നമ്പേഴ്സോ ആവാൻ പാടില്ല. ഇൻ പെർട്ടിക്കുലർ സെറ്റിംഗ് z ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക. z ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വരും ഗാമ ഓഫ് n+1 എന്ന് പറഞ്ഞാൽ ഇവിടെ സെറ്റിന് 1 കൊടുത്താൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര എന്ത് വരും സെഡിന് 1 പ്ലസ് n-1. സോ n-1 ഇൻറ്റു ഗാമ ഓഫ് സെറ്റ് പറഞ്ഞാൽ ഗാമ ഓഫ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അങ്ങനെ വരും. സോ അതെന്താ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു n-1 ഇൻറ്റു n. സോ അത് എന്തായി n ഫാക്ടോറിയൽ ആയി മാറി. ഓക്കെ, ദെൻ ദാറ്റ് ഇസ് ദി ഗാമ ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങൾ ആ ഗാമ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷണൽ ഇക്വേഷൻ നിങ്ങൾ ആ ഒരു ഇക്വേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഗാമ ഫംഗ്ഷൻ ഈസ് അനലിറ്റിക് ഇൻ ദി റൈറ്റ് ഓഫ് പ്ലെയിൻ എഗ്രീസ് വിത്ത് ദി ഫാക്ടോറിയൽ ഫംഗ്ഷൻ ഓഫ് ദി ഇൻറ്റിജർ നോക്കണ്ട. അപ്പോൾ ഗാമ ഓഫ് n+1 നമുക്ക് എന്ത് എഴുതി n ഫാക്ടോറിയൽ എഴുതി. അതേപോലെ ഗാമ ഓഫ് സെറ്റ് പ്ലസ് വണ്ണിന് n ഈക്വൽ ടു 1 കൊടുത്തിട്ട് സെറ്റ് പ്ലസ് 1 നമുക്ക് എന്ത് എഴുതാം z ഫാക്ടോറിയൽ എഴുതാം. ഓക്കെ, സോ ജസ്റ്റിഫൈഡ് ഡെഫിനേഷൻ ഓഫ് സെറ്റ് ഫാക്ടോറിയലിൻ്റെ ഡെഫിനേഷനാണത്. z ഒരിക്കലും എന്താവില്ല നെഗറ്റീവ് നമ്പേഴ്സ് ആകാൻ പാടില്ല. ആസ് ഹാസ് ബീൻ പോയിന്റഡ് ഔട്ട് ഗാമ ആസ് സിമ്പിൾ പോൾസ് അറ്റ് z ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് പറയാം സിമ്പിൾ പോൾസ് എവിടെ ഉണ്ടാവുക ഡിഫൈൻ ചെയ്യാത്ത വാല്യൂസിലാണ് സിമ്പിൾ പോൾസ് ഉണ്ടാവുക. അപ്പോൾ z ഈക്വൽ ടു 0യിലും നെഗറ്റീവ് നമ്പേഴ്സിലാണ് എന്തുണ്ടാവുക ഗാമൻ്റെ സിമ്പിൾ പോൾസ് ഉണ്ടാവും. വി വിഷ് ടു ഫൈൻഡ് ദി റെസിഡ്യൂ ഓഫ് ഗാമ അറ്റ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോൾസ്. അങ്ങനെയാണെങ്കിൽ ആ ഗാമയുടെ റെസിഡ്യൂ കാണാനുള്ള ഇക്വേഷനാണ് അടുത്ത് പറയുന്നത്. സോ റെസിഡ്യൂ ഓഫ് ഗാമ കോമ -n, കാരണം ഗാമയിൽ -nലാണ് റെസിഡ്യൂ. -n എന്ന് പറഞ്ഞ പോയിന്റിലാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. സോ റെസിഡ്യൂ ഓഫ് ഗാമ -n ഈക്വൽ ടു ലിമിറ്റ് z ടെൻഡ്സ് ടു -n z പ്ലസ് n ഇൻറ്റു ഗാമ ഓഫ് z. ഓക്കെ, അതാണ് ഇക്വേഷൻ വരുന്നത്. ഫോർ ഈച്ച് നോൺ നെഗറ്റീവ് ഇൻറ്റിജർ n ബട്ട് ഫ്രം 7.8 എന്ന് പറഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം 7.8 പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് അതിന് മാറ്റി എഴുതാം. അതായത് ആദ്യം നമ്മൾ ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടെത്താം. റെസിഡ്യൂ ഇപ്പോൾ നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. സോ ആദ്യം സെറ്റ് പ്ലസ് n ഇൻറ്റു ഗാമ ഓഫ് സെറ്റ് എന്താ നോക്കാം. സോ സെറ്റ് പ്ലസ് n ഇൻറ്റു ഗാമ ഓഫ് സെറ്റ് നമുക്ക് എങ്ങനെ എഴുതാം ഗാമ ഓഫ് സെറ്റ് പ്ലസ് 1. അതായത് ഇപ്പോൾ നമ്മൾ 7.8 എന്നാണ് പറഞ്ഞത്. 7.8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് ഗാമ ഓഫ് സെറ്റ് പ്ലസ് n ഈക്വൽ ടു z ഇൻറ്റു സെറ്റ് പ്ലസ് 1 ഇൻറ്റു എക്സെട്ര സെറ്റ് പ്ലസ് n-1 ഇൻറ്റു ഗാമ ഓഫ് z ഇതാണ്. ഓക്കെ, ഇപ്പോൾ ഈ സെറ്റ് പ്ലസ് n ഇൻറ്റു ഗാമ ഓഫ് സെറ്റിന് പകരം നമ്മൾ എന്ത് ചെയ്യാം ഗാമ ഓഫ് സെറ്റ് പ്ലസ് n+1 കാണാം. ഗാമ ഓഫ് സെറ്റ് പ്ലസ് n+1. അപ്പോൾ ഇത് വരെ ഉണ്ടാവും സെറ്റ് ഇൻറ്റു സെറ്റ് പ്ലസ് 1 ഇൻറ്റു എക്സെട്ര സെറ്റ് പ്ലസ് n. അതായത് n-1 ആണ് ഇവിടെ n ആകുമ്പോൾ. സോ n വരും. n+1 ആകുമ്പോൾ n ഗാമ ഓഫ് z എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ളത് എന്താ സെറ്റ് പ്ലസ് n ഇൻറ്റു ഗാമ ഓഫ് സെറ്റ് ആണ്. സോ സെറ്റ് പ്ലസ് n ഇൻറ്റു ഗാമ ഓഫ് സെറ്റിനെ അവിടെ നിർത്താം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഇൻറ്റു ചെയ്യല്ലേ സെറ്റ് പ്ലസ് n ഇൻറ്റു ഗാമ ഓഫ് സെറ്റിനെ അവിടെ നിർത്തുക. ബാക്കി എല്ലാ ടേംസിനെയും നമ്മൾ എന്ത് ചെയ്യുക താഴേക്ക് കൊണ്ടുവരില്ല ചെയ്യാം. സോ ഗാമ ഓഫ് സെറ്റ് പ്ലസ് n+1 ഡിവൈഡഡ് z ഇൻറ്റു സെറ്റ് പ്ലസ് 1 ഇൻറ്റു എക്സെട്ര സെറ്റ് പ്ലസ് n-1 എഴുതും. സോ ലെറ്റിംഗ് z അപ്രോച്ചസ് -n. z -nലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ റെസിഡ്യൂ ഓഫ് ഗാമ ഓഫ് -n എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും -n-ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ -n-ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ എന്തായിട്ട് മാറും -n ആയിട്ട് മാറും. സോ -n+n. സോ അതെന്തായിട്ട് മാറും 1 ആയിട്ട് മാറും. ഓക്കെ, 1 ഡിവൈഡഡ് ഇവിടെ -n പിന്നെന്ത് വരും -n+1 -n+2 എക്സെട്ര. സോ ഈ മൈനസ് മേലേക്ക് ഉണ്ടാവും -1n പിന്നെ ഡിവൈഡഡ് n ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു
n ഫാക്ടോറിയൽ എന്ന് വരും. സോ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ റെസിഡ്യൂ ഓഫ് ഗാമ മൈനസ് എന്ന് പറഞ്ഞാൽ -1 n ഫാക്ടോറിയൽ. അപ്പോൾ ഒരു എന്താണ് നമ്മളുടെ റെസിഡ്യൂ കാണാൻ പറ്റുന്നെങ്കിൽ ഇങ്ങനെയാണ് കണ്ടെത്താം. ഓക്കെ, അക്കോർഡിംഗ് ടു എക്സസൈസ് 5.10 അതൊന്നും നോക്കണ്ട. നിങ്ങൾ ഗാമ ഡാഷ് ഓഫ് സെഡ് ബൈ ഗാമ ഓഫ് സെഡ്, അതായത് നമ്മൾ കഴിഞ്ഞ ഇതിൽ സൈൻ ഫംഗ്ഷൻ്റെ ആ ഒരു ഇതിൽ എഫ് ഡാഷ് ഓഫ് സെഡ് ബൈ എഫ് ഓഫ് സെഡ് നമ്മൾ എഴുതിയിരുന്നു ജി ഓഫ് സെഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചിട്ട്. സോ ഇവിടെ ജി ഓഫ് സെഡ് എന്നുള്ള ഫംഗ്ഷൻ അല്ല, ഇവിടെ ഗാമയാണ് എടുക്കുന്നത്. സോ -ഗാമ -1/z പ്ലസ് സിഗ്മ n = 1 to ∞ z/n × n + z എന്നാണ് വരിക. ഇതിൽ ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാത്ത പോയിന്റ്സ് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. z ≠ = 0, -1 etc. ആൻഡ് കൺവേർജൻസ് ഈസ് യൂണിഫോം ഓൺ എവരി കോമ്പാക്ട് സബ്സെറ്റ്സ് ഓഫ് സി. എല്ലാ കോമ്പാക്ട് സബ്സെറ്റിലും കൺവേർജൻസ് ആണ് വിത്ത് except 0, -1 etc. It follows from theorem 2.1 that calculate gamma dash of gamma. ഗാമ ഡാഷ് ഓഫ് ഗാമ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് പഠിച്ചു വയ്ക്കുക. കാരണം നിങ്ങൾ 2.1 എന്നുള്ള തിയറത്തിൽ പറയുന്നത് FN raised to k converges to FN ആണെങ്കിൽ FN raised to k FNലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ FN എന്ന് പറയുന്നത് Fലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ FN raised to k എന്ന് പറഞ്ഞത് F raised to k-ലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു തിയറം ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഗാമ ഡാഷ് ഓഫ് സെഡ് ബൈ ഗാമ ഓഫ് സെഡ് ഓൾ ഡാഷ് കാണും. ഓൾ ഡാഷ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഡെറിവേറ്റീവ്. സോ ഗാമ വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് ചെയ്യുന്നത്. സോ ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് -1/z ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1/z². സോ മൈനസും കൂടിയിട്ട് പ്ലസ് ആയി മാറും. ആൻഡ് പ്ലസ് സിഗ്മ n = 1 to ∞. ഇവിടെ z 1 ആവും. ഇവിടെ എന്താവും 1/n × n + z. സോ എന്തായി മാറും 1/n + z ഹോൾ സ്ക്വയർ -1/n + z ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അതായത് അതിനെ ഡെറിവേറ്റ് ചെയ്തതാണ്. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ട് കോഷ്യൻ റൂൾ യൂസ് ചെയ്തിട്ട് ഡെറിവേറ്റ് ചെയ്തതാണ്. ദെൻ അടുത്തത് നോട്ടീസ് ദാറ്റ് ദി ഡെഫിനിഷൻ ഓഫ് ഗാമ ഓഫ് സെറ്റ് ഗിവ്സ് ദാറ്റ് ഗാമ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അതായത് നമ്മൾ ഗാമ ഓഫ് സെറ്റിൻ്റെ ഗോസ് ഫോർമുല ഡെഫിനിഷൻ പഠിച്ചു. അവിടെ നമ്മളിപ്പോൾ സെറ്റിൻ്റെ സ്ഥലത്ത് എക്സ് കൊടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ, ഗാമ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഗാമ ഓഫ് എക്സ് എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ 0 ആവുക, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലാണ് ഗാമ ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ലോഗ് ഗാമ ഓഫ് എക്സ് ഈസ് വെൽ ഡിഫൈൻഡ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. ലോഗ് ഓഫ് ഗാമ ഓഫ് എക്സ് ഡിഫൈൻഡ് ആവണമെങ്കിൽ എന്തായിരിക്കണം, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഓക്കെ, അക്കോർഡിംഗ് ടു ഫോർമുല 7.12 ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, ദി സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ഓഫ് ഗാമ ഓഫ് എക്സ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. കാരണം നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് തന്നെ എന്താണ് കിട്ടിയത്, പോസിറ്റീവ് വാല്യൂ ആണ്. അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താലും നമുക്ക് എന്ത് കിട്ടുള്ളൂ, പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുക. ദെൻ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഗാമ ഓഫ് 1 = 1 ആണ്. ആ റിസൾട്ട് നോക്കി വയ്ക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഗാമ ഓഫ് 1 = 1 ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ നോക്കേണ്ടത് ഗാമ ഓഫ് സെഡിൻ്റെ സ്ഥലത്ത് നമ്മൾ ഗാമ ഓഫ് എക്സ് കൊടുക്കുക. ഗാമ ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ലോഗ് ഗാമ ഓഫ് എക്സ് ഈസ് വെൽ ഡിഫൈൻഡ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, പിന്നെ നോക്കേണ്ടത് ഗാമ ഓഫ് 1 = 1 ആണെന്നുള്ളത്. ദെൻ അടുത്തത് ബോർ-മോളറുപ്പ് തിയറം. അപ്പോൾ അതിൻ്റെ എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ഓപ്പൺ ഇൻ്റർവൽ 0 ∞ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ 0. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴാണ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. സപ്പോസ് ദാറ്റ് എഫ് ഹാസ് ദി ഫോളോയിങ് പ്രോപ്പർട്ടി. ഇനി ഈ പ്രോപ്പർട്ടീസൊക്കെ എഫ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് = ഗാമ ഓഫ് എക്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്തൊക്കെ പ്രോപ്പർട്ടീസ് നോക്കാം. ലോഗ് എഫ് ഓഫ് എക്സ് ഇസ് എ കോൺവെക്സ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് + 1 = x × എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് 1 = 1. അതിന് മുന്നേ ഇതിലൊരു കോൺവെക്സ് ഫംഗ്ഷൻ്റെ കേസും കൂടി പറയുന്നുണ്ട്. അത് നിങ്ങളത് ജസ്റ്റ് ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെച്ചാൽ മതി. അതായത് ദി ഗാമ ഫംഗ്ഷൻ ഈസ് ലോഗരിതമിക്കലി കോൺവെക്സ് ഓൺ 0 ∞ കേട്ടോ. ഗാമ ഫംഗ്ഷൻ ഈസ് ലോഗരിതമിക്കലി കോൺവെക്സ് ഓൺ 0 ∞. ആ ഒരു റിസൾട്ടും ഗാമ ഓഫ് 1 = 1. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പം നമുക്ക് തന്നിട്ടുള്ളതിൽ രണ്ട് എ സി എന്ന് പറഞ്ഞ രണ്ട് പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് പറയാം, ഓൾറെഡി അത് സാറ്റിസ്ഫൈ ചെയ്യും, ഗാമ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയാം. അതായത് ലോഗ് എഫ് ഓഫ് എക്സ് ഈസ് എ കോൺവെക്സ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഗാമ എന്ന് പറഞ്ഞത് കോൺവെക്സ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പം എഫ് ഓഫ് എക്സ് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ ലോഗ് എഫ് ഓഫ് എക്സ് എന്തായിരിക്കും, കോൺവെക്സ് ഫംഗ്ഷൻ ആയിരിക്കും. സോ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എക്സ് = ഗാമ ഓഫ് എക്സ് എന്ന് പറയാം. തേർഡ് കണ്ടീഷൻ നോക്കുക, നമ്മളിവിടെ പറഞ്ഞു ഗാമ ഓഫ് 1 = 1 ആണെന്ന്. സോ നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് 1 = 1 ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എയും സിയും നമുക്ക്
ക്ലിയർലി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിഗിൻ ബൈ നോട്ടിങ് ദാറ്റ് സിൻസ് എഫ് എസ് എ പ്രോപ്പർട്ടീസ് ബി ആൻഡ് സി ദി ഫംഗ്ഷൻ ഓൾസോ സാറ്റിസ്ഫൈസ് എഫ് ഓഫ് എക്സ് പ്ലസ് എൻ ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 etc. x plus n minus 1 into f of x for every non-negative integer n if f of x equal to gamma of x for 0 less than x less than or equal to 1. ബിയും സിയും ഇവിടെ പ്രൂവ് ചെയ്യുന്നുണ്ട്. അല്ല, ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ആണ്. പോയി ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ f of x equal to gamma of x. This equation will give that f and gamma are everywhere identical. എഫും ഗാമയും എല്ലാ സ്ഥലത്തും ഐഡൻറ്റിക്കൽ ആണ്. 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണെങ്കിൽ n പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റിജർ ലാർജർ ദാൻ 2. നമ്മൾ എന്തെടുക്കാം? നമുക്ക് ഇവിടെ 0 ആണ്, 0 to ഇൻഫിനിറ്റി ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എടുക്കുന്നത് n 2-നേക്കാളും വലിയ സംഖ്യ ആണെങ്കിൽ എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ചാപ്റ്റർ 6 ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. സോ അതിൽ ഈ ഒരു ഇക്വേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഈ ഒരു പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രം എക്സസൈസ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വി ഹാവ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇക്വേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഇക്വേഷൻ നോക്കുക. log f of n minus 1 minus log f of n divided n minus 1 minus n less than or equal to log f of x plus n minus log f of n divided x plus n minus n less than or equal to log f of n plus 1 minus log f of n divided n plus 1 minus n. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാം. ഇനി നമ്മൾ ആ ഒരു ഇക്വേഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്ക് എന്താ അറിയാം? എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? n മൈനസ് 1 ഫാക്ടോറിയൽ ആണെന്ന് നമ്മൾ തൊട്ട് മുന്നത്തെ റിസൾട്ടിൽ പഠിച്ചു. അപ്പോൾ ഇവിടെ എന്നിന് പകരം നമ്മൾ m ആണ് യൂസ് ചെയ്യുന്നത്. സോ എഫ് ഓഫ് m ഈക്വൽ ടു m മൈനസ് 1 ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷനിൽ നോക്കുക. ഇവിടെ എഫ് ഓഫ് n, ഇവിടെ ഈ എഫ് ഓഫ് എന്നിൻ്റെ സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് കൊടുക്കുക? n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് കൊടുക്കുക. ഓക്കെ, ലോഗ് n മൈനസ് 1 ഫാക്ടോറിയൽ. അതേപോലെ ഇവിടെയും ലോഗ് n മൈനസ് 1 ഫാക്ടോറിയൽ, ഇവിടെയും എന്ത് കൊടുക്കുക? ലോഗ് n മൈനസ് 1 ഫാക്ടോറിയൽ. നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ലോഗ് എഫ് ഓഫ് n മൈനസ് 1 ലോഗ്, അതുപോലെ എഫ് ഓഫ് n മൈനസ് 1 എന്തായിട്ട് മാറും? എഫ് ഓഫ് n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? n മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. സോ എഫ് ഓഫ് n മൈനസ് 1 എന്തായിട്ട് മാറും? n മൈനസ് 2 ഫാക്ടോറിയൽ ആയിട്ട് മാറും. അതുപോലെ എഫ് ഓഫ് n പ്ലസ് 1 എന്തായിട്ട് മാറും? n ഫാക്ടോറിയൽ ആയിട്ട് മാറും. അതായത് ഒരു നമ്പർ കുറച്ചിട്ടുള്ള ഫാക്ടോറിയൽ. സോ ആ ടേമൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതുക. അപ്പോൾ ഇവിടെ ഇനി താഴെ എന്തായിട്ട് മാറും? n മൈനസ് 1 മൈനസ് n. സോ എന്നും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ബാക്കി എന്താ വരും? മൈനസ് 1 ആണ്. അപ്പോൾ ഈ മൈനസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലസ് ആയിട്ട് മാറും. അടുത്ത ഇവിടെ നോക്കുക. ഈ എന്നും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ബാക്കി എന്തേ വരുള്ളൂ? എക്സ് മാത്രമേ വരുള്ളൂ. ഇവിടെ നോക്കുക. ഈ എന്നും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി 1 വരുള്ളൂ. അപ്പോൾ ഇവിടെ മൈനസ് ലോഗ് n മൈനസ് 2 ഫാക്ടോറിയൽ പ്ലസ് ലോഗ് n മൈനസ് 1 ഫാക്ടോറിയൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് എന്നിന് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ലോഗ് എഫ് ഓഫ് എക്സ് പ്ലസ് എൻ മൈനസ് ലോഗ് n മൈനസ് 1 ഫാക്ടോറിയൽ ബൈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോഗ് n ഫാക്ടോറിയൽ മൈനസ് ലോഗ് n മൈനസ് 1 ഫാക്ടോറിയൽ. ഇനി എക്സിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ എന്താവും? എക്സ് ഇൻറ്റു ലോഗ് n മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് ഇവിടെ ലോഗ് n മൈനസ് 1 ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെ ലോഗ് n മൈനസ് 1 ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെ ലോഗ് n മൈനസ് 1 ഫാക്ടോറിയൽ ഉണ്ട്. ഓക്കെ, അല്ല വേണ്ട. ഇതിന് നമ്മൾ എന്ത് എഴുതി വെച്ചാൽ ഇതിപ്പോൾ വരുന്നത് ലോഗ് n മൈനസ് 1 ഫാക്ടോറിയൽ മൈനസ് ലോഗ് n മൈനസ് 2 ഫാക്ടോറിയൽ എന്നാണ് അല്ലേ? അപ്പോൾ അത് ലോഗ് ഓഫ് എ മൈനസ് ബി എന്ന് എഴുതിക്കൂടെ? ലോഗ് ഓഫ് n മൈനസ് 1 ഫാക്ടോറിയൽ മൈനസ് n മൈനസ് 2 ഫാക്ടോറിയൽ ലോഗ് ഓഫ് എ മൈനസ് ബി. ലോഗ് ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് എ ബൈ ബി എന്നാണ് വരിക. അപ്പം ലോഗ് ഓഫ് n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് n മൈനസ് 2 ഫാക്ടോറിയൽ വരും. n മൈനസ് 1 ഫാക്ടോറിയൽ ബൈ n മൈനസ് 2 ഫാക്ടോറിയൽ. സോ n മൈനസ് 1 ഞാൻ വേറെ പേജിൽ എഴുതാം, അതൊന്നുകൂടി ക്ലിയർ ആവും. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് മൈനസ് ലോഗ് ഓഫ് n മൈനസ് 2 ഫാക്ടോറിയൽ പ്ലസ്
ലോഗ് ഓഫ് n മൈനസ് 1 ഫാക്ടോറിയൽ എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ മാറ്റി എഴുതുമ്പോൾ ലോഗ് ഓഫ് n മൈനസ് 1 ഫാക്ടോറിയൽ മൈനസ് ലോഗ് ഓഫ് n മൈനസ് 2 ഫാക്ടോറിയൽ. അപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി എന്ന് എഴുതാം. സോ ലോഗ് ഓഫ് n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് n മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇനി n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ, ലോഗ് അവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ ലോഗ് ഓഫ് n മൈനസ് 1 ഫാക്ടോറിയൽ പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 1 ഡിവൈഡഡ് 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു n മൈനസ് 2. സോ n മൈനസ് 2 ടേംസ് വരെ നമുക്ക് ക്യാൻസൽ ചെയ്തും ബാക്കി എന്താ വരുള്ളൂ, ലോഗ് ഓഫ് n മൈനസ് 1 എന്ന് മാത്രമേ വരുള്ളൂ. നിങ്ങൾ നോക്കുക ലോഗ് n മൈനസ് 1. ലോഗ് n മൈനസ് 1 ഈ എക്സ് ഇങ്ങോട്ട് ഇൻറ്റു ചെയ്തുകൊണ്ട് സോ എക്സ് ഇൻറ്റു ലോഗ് n മൈനസ് 1. ഓക്കെ, അടുത്ത ലോഗ് എഫ് ഓഫ് എക്സ് പ്ലസ് എൻ മൈനസ് ലോഗ് n മൈനസ് 1 ലെസ്. ഇവിടെ എന്ത് വരും, അതേപോലെ ലോഗ് n ഫാക്ടോറിയൽ ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ വരും. സോ n മൈനസ് 1 ഫാക്ടോറിയൽ വരെ n നിന്ന് ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ ബാക്കി എന്താ വരില്ല, ലോഗ് n മാത്രമേ ഉള്ളൂ. സോ എക്സ് ഇൻറ്റു ലോഗ് n, ഈ എക്സ് ഇതിലേക്ക് ഇൻറ്റു ചെയ്തുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എക്സ് ഇൻറ്റു ലോഗ് n. ആഡിങ് ലോഗ് n മൈനസ് 1 ഫാക്ടോറിയൽ ടു ഈച്ച് സൈഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ലോഗ് n മൈനസ് 1 ആഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, എക്സ്പോണൻഷ്യൽ എടുക്കുക. അപ്പോൾ ഇവിടെ ലോഗ് n മൈനസ് 1 ഫാക്ടോറിയൽ ആഡ് ചെയ്യുമ്പോൾ എന്താവും, എക്സ് ലോഗ് n മൈനസ് 1 പ്ലസ് ലോഗ് n മൈനസ് 1 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേം എന്താ, ഈ ഒരു ടേം മാത്രം ഞാൻ ഈ ഒരു പേജിൽ കാണിച്ചു തരാം. നമ്മളോട് പറഞ്ഞ എക്സ് ലോഗ് n മൈനസ് 1ൻ്റെ കൂടെ ലോഗ് n മൈനസ് 1 ഫാക്ടോറിയൽ ആഡ് ചെയ്യാം. സോ എക്സ് ലോഗ് n മൈനസ് 1ൻ്റെ കൂടെ നമ്മൾ ലോഗ് ഓഫ് n മൈനസ് 1 ഫാക്ടോറിയൽ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യുക, എക്സ്പോണൻഷ്യൽ എടുക്കുകയും ചെയ്യുക. ആഡ് ചെയ്തിട്ട് എക്സ്പോണൻഷ്യൽ എടുക്കുക. അപ്പോൾ ആഡ് ചെയ്തിട്ട് എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ നോക്കുക, ഇ റൈസ് ടു എക്സ് ലോഗ് n മൈനസ് 1 ഇൻറ്റു പ്ലസ് വരുമ്പോൾ നമ്മൾ എന്തായാലും എന്താ വരുള്ളൂ, അല്ലെങ്കിൽ പ്ലസ് ലോഗ് n മൈനസ് 1 ഫാക്ടോറിയൽ ഒറ്റ ടേം ആയിട്ട് എടുത്തു. ഇനി ഇ റൈസ് ടു എം പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുക, ഇ റൈസ് ടു എം ഇൻറ്റു ഇ റൈസ് ടു എൻ, ഇ റൈസ് ടു അല്ലെങ്കിൽ എക്സ് റൈസ് ടു എം പ്ലസ് എൻ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്ന് എഴുതാം. അപ്പോൾ അതേപോലെ നമ്മളിവിടെ എഴുതുമ്പോൾ ഇ റൈസ് ടു എക്സ് ലോഗ് n മൈനസ് 1 ഇൻറ്റു ഇ റൈസ് ടു ലോഗ് n മൈനസ് 1 ഫാക്ടോറിയൽ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇ റൈസ് ടു എന്ത് വന്നു, എക്സ് ലോഗ് n മൈനസ് 1. എക്സ് ലോഗ് n മൈനസ് 1 പറഞ്ഞാൽ നമുക്ക് എന്തറിയാം, ഇ റൈസ് ടു എക്സ് ലോഗ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ, ഇ റൈസ് ടു എക്സ് ലോഗ് അല്ലെങ്കിൽ ഇ റൈസ് ടു എ ലോഗ് ബി, ഇ റൈസ് ടു എ ലോഗ് ബി. നമ്മൾ പഠിച്ചിരുന്ന റിസൾട്ട് ഇതാണ്. ഇ റൈസ് ടു എ ലോഗ് ബി എന്ന് പറഞ്ഞാൽ ബി റൈസ് ടു എ എന്നാണ്. സോ ഇവിടെ ലോഗ് n മൈനസ് 1 ആണ്. സോ n മൈനസ് 1 റൈസ് ടു എക്സ് ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ലോഗ് n മൈനസ് 1 ഫാക്ടോറിയൽ അടിയുമ്പോൾ അതും ഇതും കൂടിയിട്ട് ക്യാൻസൽ ചെയ്ത് പോവും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ലോഗിൻ്റെ അടുത്ത് ഇ റൈസ്റ്റും കൂടി വരുമ്പോൾ ഇ റൈസ് ടു ലോഗ് എക്സ് പറഞ്ഞാൽ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ അതേപോലെ n റൈസ് ടു എക്സ് n മൈനസ് 1 ഫാക്ടോറിയൽ വന്നു. ഓക്കെ, അപ്ലൈങ് 7.14 ടു കാൽക്കുലേറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് എൻ ഈൽസ്. ആ 7.14 നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 7.14 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി, എഫ് ഓഫ് എക്സ് പ്ലസ് എൻ ആണെന്ന് കിട്ടി. ദെൻ നമ്മുടെ 7.14 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ n മൈനസ് 1 റേസ് ടു എക്സ് n മൈനസ് 1 ഫാക്ടോറിയൽ. സോ എഫ് ഓഫ് എക്സ് പ്ലസ് എന്നിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കുക, 7.14 അപ്ലൈ ചെയ്യുക. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് എൻ ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എക്സ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥലത്ത് അത്രയും കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും, ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് എൻ അല്ലേ, എഫ് ഓഫ് എക്സ് പ്ലസ് എന്നിൻ്റെ സ്ഥലത്ത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എക്സ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഈ ഒരു ടേം അവിടെ ഉണ്ട്. ഇത്രയും നമുക്കിവിടെ എഫ് ഓഫ് എക്സ് മാത്രം മതി. അപ്പോൾ ഇത്രയും ടേം എന്തായിട്ടും ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യും രണ്ട് ടേമിനും. ഏത് രണ്ട് ടേമിനെയും, ഈ രണ്ട് ടേമിനെയും ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ n റേസ് ടു എക്സ് n മൈനസ് 1 ഫാക്ടോറിയലാണുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ എക്സ് പ്ലസ് n മൈനസ് 1 ഉണ്ട്. എക്സ് പ്ലസ് n മൈനസ് 1ൽ
നമ്മൾ എന്നിനെ ഡിവൈഡ് ചെയ്യും ചെയ്യാം. ഇവിടെ ഈ ഒരു ടേം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഈ ഒരു ടേം അതേപോലെ തന്നെ വരിക. നമ്മൾ എന്നാണ് വരുന്നത്, ഇവിടെ n-1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് n എന്നുള്ള ടേം വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു എന്നിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ n-1 ഫാക്ടോറിയൽ ഓൾറെഡി ഉണ്ട്. ആ n-1 ഫാക്ടോറിൻ്റെ കൂടെ ഒരു എന്നും കൂടി ചേർന്ന് അത് എന്തായിട്ട് മാറും, n ഫാക്ടോറിയലായിട്ട് മാറും. ഓക്കെ, അപ്പോൾ n⁻x n ഫാക്ടോറിയൽ ഡിവൈഡഡ് x ഇൻറ്റു x പ്ലസ് 1 ഇൻറ്റു എക്സെട്ര x പ്ലസ് n വരെ എടുത്തിട്ടുള്ളൂ. ദെൻ x പ്ലസ് n ബൈ n എന്ന് വരും. അതായത് ഇവിടെ ഓൾ ഡിവൈഡഡ് ഇവിടെ ഒരു x പ്ലസ് എന്നും കൂടി ഉണ്ടല്ലോ, ആ x പ്ലസ് n-1 ആണ് വരുന്നത്. അപ്പോൾ എന്നും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ സോ x പ്ലസ് n ബൈ n എന്ന് വരും. ത്രൂ ഔട്ട് അങ്ങോട്ട് നമ്മൾ തിരിച്ചെഴുതി എന്നിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും n⁻x n ഫാക്ടോറിയൽ ഇൻറ്റു x പ്ലസ് 1 എക്സെട്ര x പ്ലസ് n ഡിവൈഡഡ് n. അതായത് ഇവിടെ n-1 ടേം വരെ ഉള്ളൂ. നമ്മളൊരു x പ്ലസ് n നമ്മളിവിടെ എന്താ ചെയ്തത് വെച്ചാൽ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ചെയ്തു, ഡിവൈഡ് ചെയ്യും ചെയ്തു. അതേപോലെ x പ്ലസ് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ചെയ്തു, ഡിവൈഡ് ചെയ്യും ചെയ്തു. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യും ചെയ്തു, ഡിവൈഡ് ചെയ്യും ചെയ്തു. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത x പ്ലസ് n ആണ് ഇത്. അതേപോലെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത n ഈ n-1 ഫാക്ടോറിൻ്റെ കൂടെ കൂടിയിട്ട് അതെന്തായി മാറി, n ഫാക്ടോറിയലായിട്ട് മാറി. ഇവിടെ ഡിവൈഡ് ചെയ്ത x പ്ലസ് n ആണ് ഇത്, ഡിവൈഡ് ചെയ്ത n ആണ് ഇത്. ഓക്കെ, ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് സാധാ ഈ ഒരു ആൻസറിന് കിട്ടും. നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയതാണ്, എന്നിൻ്റെ ടേംസിലേക്ക് അറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. സിൻസ് ദി ടേം ഇൻ ദി മിഡിൽ ഓഫ് ദി സാൻഡ്വിച്ച്, അതായത് ഇപ്പോൾ സാൻഡ്വിച്ചിൻ്റെ ആ ഒരു സാൻഡ്വിച്ച് ഇക്വേഷൻ്റെ രൂപത്തിലാണ് കിടക്കുന്നത്. സോ f(x) ഡസ് നോട്ട് ഇൻവോൾവ് ദി ഇൻറ്റിജർ n ആൻഡ് സിൻസ് ദി ഇൻഇക്വാലിറ്റി ഹോൾസ് ഫോർ ഓൾ ഇൻറ്റിജർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഈ ഒരു ഇക്വാലിറ്റി നമുക്ക് എന്ത് ചെയ്യാം, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ൽ എല്ലാ ഇൻറ്റിജറിനും ട്രൂ ആയിരിക്കും. വി മേ വേരി ദി ഇൻറ്റിജർ ഓൺ ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് വൺ അനദർ ആൻഡ് പ്രിസർവ്സ് ദി ഇൻഇക്വാലിറ്റി. ഇൻ പെർട്ടിക്കുലർ n+1 മേ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ n ഓൺ ദി ലെഫ്റ്റ് വൈൽ അലോവിങ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ടു റിമെയിൻ അൺചേഞ്ച്ഡ്. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് ഇതേപോലെ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ n⁻². അപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യാൻ നമ്മളോട് പറഞ്ഞെന്താ വെച്ചാൽ n+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിൻ്റെ സ്ഥലത്ത് n+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായി മാറും, n+1 -1. ഓക്കെ, അതേപോലെ ഇവിടെയും n+1 -1. അപ്പോൾ എന്തായി മാറി, n⁻x n ഫാക്ടോറിയൽ ഡിവൈഡഡ് x ഇൻറ്റു x പ്ലസ് 1 എക്സെട്ര x പ്ലസ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു f(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു n⁻x n ഫാക്ടോറിയൽ ബൈ x ഇൻറ്റു x പ്ലസ് 1 എക്സെട്ര x പ്ലസ് n ഇൻറ്റു x പ്ലസ് n ബൈ n. ഇതെന്ന് പറഞ്ഞാൽ ലിമിറ്റ് n →∞ കൊടുത്ത് നമുക്ക് എന്തായി മാറും, അത് അതിൻ്റെ ആൻസർ 1 ആയിട്ട് മാറും. ഓക്കെ, ദെൻ ഗോസ് ഫോർമുല ഇംപ്ലൈസ്. ഗോസ് ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, Γ(x) ആണ്. സോ Γ(x) ഈക്വൽ ടു f(x). ദി റിസൾട്ട് നൗ ഫോളോസ് ബൈ അപ്ലൈങ് 7.14 ആൻഡ് ദി ഫംഗ്ഷണൽ ഇക്വേഷൻ. 7.14 എന്ന് പറഞ്ഞാൽ ആ ഒരു ഇക്വേഷനും, അതായത് f(x പ്ലസ് n ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ആ ഒരു ഇക്വേഷനും, അതായത് ഫംഗ്ഷണൽ ഇക്വേഷനും യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ്ണും തേർഡ് വണ്ണും നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള ബൈ ഹാർട്ട് ആയിട്ടുള്ള റിസൾട്ടാണ്. ആൻഡ് സെക്കൻഡ് വണ്ണാണ് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, അടുത്ത് if real of z greater than 0 then gamma of z equal to integration 0 to infinity e raised to minus t raised to z minus 1 dt. The integrand in 7.15 behaves badly at t equal to 0 and t equal to infinity, so that the meaning of the above equation must be explicitly stated rather than give a formal definition of the convergence of an improper integral. നമ്മളിവിടെ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഈ തിയറത്തിൻ്റെ പ്രൂഫ് നമ്മൾ കുറച്ച് ഒരു 2-3 തിയറം പ്രൂഫ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പറയാം. ദെൻ അടുത്തൊരു ലെമ്മയാണ്, ലെറ്റ് s ഈക്വൽ ടു z സച്ച് ദാറ്റ് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയൽ ഓഫ് z ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ a വേർ 0 ലെസ് ദാൻ a ലെസ് ദാൻ ക്യാപിറ്റൽ ലെറ്റർ a ലെസ് ദാൻ ഇൻഫിനിറ്റി. First one, for every epsilon greater than 0 there is a delta greater than 0 such that for all z in S modulus of alpha to beta e raised to minus t raised to z minus 1 dt less than epsilon whenever 0 less than alpha less than beta less than delta. നമുക്ക് ഇവിടെ എന്താ പറയുന്നത്, എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഡെൽറ്റ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലെസ് ദാൻ എപ്സിലോൺ ആവും വെനെവർ എപ്പോൾ ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂഫ് ആദ്യം ചെയ്യാം. ഒരു സെക്ഷൻ കൂടി ഉണ്ട്, അത് പിന്നെ ചെയ്യാം. ടു പ്രൂവ് എ പ്രൂവ് ചെയ്യാണ്. നോട്ട് ദാറ്റ് ഇഫ് 0 ലെസ് ദാൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, 0 ലെസ് ദാൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 നമുക്ക് തന്നിട്ടില്ല, നമ്മൾ എടുക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ z -1 ടി ആണ് വരുന്നത്.
സോ സീറോൻ്റെയും വണ്ണിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ടീനെ ചൂസ് ചെയ്തു. സെഡ് ഈസ് ഇൻ എസ്. സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്സിൽ എലമെൻ്റ് ആണ്. സോ റിയൽ സെഡ് മൈനസ് 1 ലോഗ് ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ മൈനസ് 1 ലോഗ് ടി. റിയൽ സെഡ് മൈനസ് 1. സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എസ് ആണ്. ഇവിടെ എ എന്ന് പറഞ്ഞത് എന്താണ്, റിയൽ സെഡിൻ്റെ ഈക്വൽ ആണ്. സോ നമ്മൾ സ്മോൾ ലെറ്റർ എ ആയിട്ടാണ് ആദ്യം എടുക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ റിയൽ സെഡിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുത്തു, എ എന്ന് കൊടുത്തു. സോ എ മൈനസ് 1 ലോഗ് ടി എന്നായി. സിൻസ് ഇ റേസ് ടു മൈനസ് ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇ റേസ് ടു മൈനസ് ടി എന്ന് പറഞ്ഞാൽ എന്താ, 1-നേക്കാളും ചെറുതാണ്. ദെൻ മോഡുലസ് ഓഫ് ഇ റേസ് ടു മൈനസ് ടി ടി റേസ് ടു സെഡ് മൈനസ് 1. അതല്ലേ നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ മോഡുലസ് നോക്കാം, അത് കഴിഞ്ഞിട്ട് പ്രൂവ് ചെയ്യാം. സോ ഇ റേസ് ടു മൈനസ് ടി ടി റേസ് ടു സെഡ് മൈനസ് 1-ൽ നമ്മൾ മോഡുലസ് കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു മോഡുലസ് ഓഫ് ടി റേസ് ടു സെഡ് മൈനസ് 1 എന്നായിട്ട് മാറും. ഇ റേസ് ടു മൈനസ് ടി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇൻറ്റു ടി റേസ് ടു സെഡ് മൈനസ് 1. സെഡ് എന്ന് പറഞ്ഞാൽ എന്താ, റിയൽ ഓഫ് സെഡ് മൈനസ് 1 ആണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് സെഡിന്. സോ റിയൽ ഓഫ് സെഡ് മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയൽ സെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ എടുത്തിരിക്കുന്നത്, എ ആണ്. സോ എ മൈനസ് 1 വരും. ഇഫ് 0 ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ 1. ഇവിടെ നമ്മൾ ആൽഫയും ബീറ്റയും എന്തിൻ്റെ ഇടയിലാണ്, 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ്. ദെൻ മോഡുലസ് ഓഫ് ഇൻ്റഗ്രേഷൻ ആൽഫ ടു ബീറ്റ ഇ റേസ് ടു മൈനസ് ടി ടി റേസ് ടു സെഡ് മൈനസ് 1 ഡി ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ടി റേസ് ടു എ മൈനസ് 1 ഡി ടി എന്ന് വരും. ദെൻ നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടിയിൽ. ടിയിൽ വിത്ത് റെസ്പെക്ട് ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ടി റേസ് ടു എ മൈനസ് 1 ഡിവൈഡഡ് ഇ റേസ് ടു എക്സ് ടി റേസ് ടു എ മൈനസ് 1 വിത്ത് റെസ്പെക്ട് ടു നമ്മൾ എന്ത് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ടി റേസ് ടു അതായത് എക്സ് സ്ക്വയർ എക്സ് റേസ് ടു എന്നിൻ്റെ എക്സ് റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് n പ്ലസ് 1 അല്ലേ. സോ അതേപോലെ ടി റേസ് ടു എ മൈനസ് 1 പ്ലസ് 1 ഡിവൈഡഡ് എ മൈനസ് 1 പ്ലസ് 1. സോ 1 ക്യാൻസലായി. ദെൻ ടി റേസ് ടു എ ബൈ എ എന്ന് വരും. നമുക്ക് കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കാം. ദെൻ ടിക്ക് നമ്മൾ എന്ത് ചെയ്യാം, ആൽഫയും ബീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ അതാണ് 1/a ബീറ്റ റേസ് ടു എ മൈനസ് ആൽഫ റേസ് ടു എ വരും. ഫോർ ഓൾ സെഡ് ഇൻ എസ്. സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എസ്സിലെ ടേമാണ്. ഇനി നമ്മൾ എന്ത് കൊടുക്കണം, നമുക്കിപ്പോൾ ഇത്രയും കിട്ടി. ഇവിടെ ആൽഫയും ബീറ്റയുടെയും ടേംസ് മാത്രമേ വരുന്നുള്ളൂ. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഡെൽറ്റ ചൂസ് ചെയ്തു. ആ ഡെൽറ്റ എവിടെ ഉണ്ടാവുള്ളൂ, 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ് ഉണ്ടാവുക. സോ സച്ച് ദാറ്റ് എ ഇൻവേഴ്സ് ബി റേസ് ടു ആൽഫ എ മൈനസ് ആൽഫ റേസ് ടു എ എന്ന് പറഞ്ഞത് എന്താണെന്ന് എഴുതാം, നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് എഴുതാം. ഫോർ മോഡുലസ് ഓഫ് ആൽഫ മൈനസ് ബീറ്റ ലെസ് ദാൻ ഡെൽറ്റ. എന്തായാലും എന്തായിരിക്കും, ആൽഫയും ബീറ്റയും തമ്മിലുള്ള ഡിഫറൻസ് ഡെൽറ്റേനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രേഷൻ ലെസ് ദാൻ എപ്സിലോൺ ആണ്. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞത് എന്താണ്, ആൽഫയും ബീറ്റയും തമ്മിലുള്ള ഡിഫറൻസ് ഡെൽറ്റേനേക്കാളും ചെറുതാണ്. സോ ദിസ് പ്രൂവ്സ് പാർട്ട് എ. ഇനി ഇതേപോലെ തന്നെ സിമിലർ പ്രൂഫാണ് പാർട്ട് ബിക്കുള്ളത്. ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ ഇസ് എ നമ്പർ k such that for all z in S integration alpha to beta e raised to minus t t raised to z minus 1 dt is less than epsilon. ഇവിടെ നേരെ തിരിച്ചാണ് വരുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നേരത്തെ പറഞ്ഞ ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ ഡെൽറ്റ എന്നാണ്. ഓക്കെ, ഇവിടെ നേരെ തിരിച്ച് ബീറ്റ ഗ്രേറ്റർ ദാൻ ആൽഫ ഗ്രേറ്റർ ദാൻ കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇപ്പോൾ നേരത്തെ നമ്മൾ റിയൽ സെഡ് എടുത്ത് സ്മോൾ ലെറ്റർ എ ആണ്. അപ്പോൾ ഇവിടെ എന്തെടുക്കണം, ക്യാപിറ്റൽ ലെറ്റർ എ ആയിട്ടാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് മാത്രം ഓർത്ത് വയ്ക്കുക. ടു പ്രൂവ് പാർട്ട് ബി നോട്ട് ദാറ്റ് ഫോർ സെഡ് ഇൻ എസ് ആൻഡ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ടി ഇവിടെ എന്താണ്, 1-നേക്കാളും ഗ്രേറ്റർ ദാൻ ആണ്. ദെൻ മോഡുലസ് ഓഫ് ടി റേസ് ടു സെഡ് മൈനസ് 1 ഉള്ള എന്താണ്, ടി റേസ് ടു ക്യാപിറ്റൽ ലെറ്റർ എ മൈനസ് 1. സിൻസ് ടി റേസ് ടു എ മൈനസ് 1 എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് 1/2 ടി ഈസ് കണ്ടിന്യൂസ്. മൈനസ് 1/2 ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു എ മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 1/2 ടി എന്നാണ് മീനിങ്. ഓക്കെ, അതെന്താണ്, കണ്ടിന്യൂസ് ആണ് ഓൺ 1 ഇൻഫിനിറ്റി എന്നുള്ളവർക്ക്. കൺവേർജസ് ടു 0 ആസ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതെന്തായിട്ടുള്ളൂ, 0-ലേക്ക് കൺവേർട്ട് ചെയ്യും. ദർ ഇസ് എ കോൺസ്റ്റൻറ്റ് സി സച്ച് ദാറ്റ് ടി റേസ് ടു എ മൈനസ് 1 ഇ റേസ് ടു മൈനസ് 1/2 ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. നമ്മൾ എന്ത് ചെയ്തു, ഒരു എക്സ്പോണൻഷ്യൽ ഇതെന്ന് പറഞ്ഞത് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, മോഡുലസ് ഓഫ് ഇ റേസ് ടു മൈനസ് ടി ടി റേസ് ടു സെഡ് മൈനസ് 1 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് 1/2 ടി ആണെന്ന് കൊടുക്കാം. ഓക്കെ, സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് 1/2 ടി. ഫോർ ഓൾ സെഡ് ഇൻ എസ് ആൻഡ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇഫ് ബീറ്റ ഗ്രേറ്റർ ദാൻ ആൽഫ ഗ്രേറ്റർ ദാൻ 1. ഇവിടെ എന്താണ്, ബീറ്റ ആൽഫയും 1-നേക്കാളും ഗ്രേറ്റർ ദാൻ ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ മോഡുലസ് ഓഫ് ആൽഫ ബീറ്റ ഇ റേസ് ടു മൈനസ് ടി ടി റേസ് ടു സെഡ് മൈനസ് 1 ഡി ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ആൽഫ ടു ബീറ്റ ഇ റേസ് ടു മൈനസ് 1/2 ഡി ടി. നമ്മളിവിടെ എങ്ങനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, നമുക്കിവിടെ ആവശ്യം എന്താ, ഒരു ഇ റേസ് ടു മൈനസ് ടീനെ 2 സ്ഥലത്ത് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ടേം വന്നത്. ഓക്കെ, ദെൻ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2c
e raised to minus 1 by 2 alpha minus e raised to minus 1 by 2 beta എന്ന് വരും. അതായത് നമ്മളിവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അഗെയിൻ ഫോർ എനി എപ്സിലോൺ, ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും നമുക്ക് എന്താ അറിയാം, ഒരു കെ എന്ന് പറഞ്ഞത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2c e raised to minus 1 by 2 alpha minus e raised to minus 1 by 2 beta is less than എപ്സിലോൺ ആണെങ്കിൽ, ബീറ്റ എന്ന് പറഞ്ഞത് കെനേക്കാളും വലുതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, മോഡുലസ് ഓഫ് ആൽഫ മൈനസ് ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണ് ബി പാർട്ടും പ്രൂവ് ചെയ്യുന്നത്. The result of the preceding lemma embody exactly the concept of a uniformly convergent integral. In fact, if we consider the integrals in alpha to 1 e raised to minus t t raised to z minus 1 dt for 0 less than alpha less than 1, then part A of lemma 7.16 says that this integral satisfies a Cauchy criterion as alpha tends to 0. അതായത് ആൽഫ 0ലേക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലെമ 7.16 പാർട്ട് എ പറഞ്ഞെന്താ വെച്ചാൽ ഇസ് എ കോഷി ക്രൈറ്റീരിയൻ. ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു വിൽ ബി ആർബിട്രറി സ്മോൾ ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ടേക്കൺ സഫിഷ്യൻ്റ്ലി ക്ലോസ് ടു 0. അതായത് ആൽഫയും ബീറ്റയും തമ്മിലുള്ള അതിൻ്റെ ഡിഫറൻസ് ആർബിട്രറി സ്മോൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവ 0ലേക്ക് ക്ലോസ് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, എ സിമിലർ ഇൻ്റർപ്രിറ്റേഷൻ ഈസ് അവൈലബിൾ ഫോർ ദി ഇൻ്റഗ്രൽസ് integration 1 to alpha e raised to minus t t raised to z minus 1 dt for alpha greater integration 1 to alpha e raised to minus t t raised to z minus 1 dt for alpha greater than 1. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞെന്താ വെച്ചാൽ ആൽഫ 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ പാർട്ട് എയിൽ ആ ഒരു ഇക്വേഷൻ എന്തായിട്ട് മാറും, അത് കോഷി ക്രൈറ്റീരിയൻ ആയിട്ട് മാറും. ദെൻ ആൽഫ ബീറ്റയും തമ്മിലുള്ള ഡിഫറൻസ് എത്രമാത്രം സ്മോൾ ആവുന്നോ അത്രമാത്രം നമുക്ക് എന്ത് പറയാം, ആ ഒരു ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ 0ലേക്ക് ക്ലോസ് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, അടുത്തൊരു പ്രൊപ്പോസിഷനാണ് ഇഫ് ജി ഈക്വൽ ടു സെഡ് സച്ച് ദാറ്റ് റിയൽ ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എഫ് എൻ ഓഫ് സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ 1/n ടു n e raised to minus t t raised to z minus 1 dt ആണെങ്കിൽ for n greater than or equal to 1 and z in G, then each fn is analytic on G and the sequence is convergent in h of G. അപ്പോൾ നമുക്ക് എഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു എക്സ്പ്രഷൻ തരികയാണ്. അതിൽ n എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്, z എന്ന് പറഞ്ഞാൽ ജിയിലുള്ള എലമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് എൻ അനലറ്റിക് ഓൺ ജി, എഫ് എൻ ജിയിലേക്ക് അനലറ്റിക്കും. അതേപോലെ എന്താ സീക്വൻസ് എവിടെ കൺവേർജൻ്റ് ആണ്, ഹോളോമോർഫി ഫംഗ്ഷൻ, ജിയുടെ ഹോളോമോർഫി ഫംഗ്ഷനിൽ കൺവേർജൻ്റ് ആണ്. ഓക്കെ, തിങ്ക് ഓഫ് എഫ് എൻ ഓഫ് സെഡ് ആസ് ദി ഇൻ്റഗ്രൽ ഓഫ് ഫൈ ഓഫ് ടി സെഡ്. നമ്മൾ എന്ത് ചെയ്യുക, എഫ് എൻ ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രേഷൻ ആണ്, ടീൻ്റെയും സെഡിൻ്റെയും ഇൻ്റഗ്രേഷൻ ആണ്. ഇ റേസ് ടു മൈനസ് ടി ടി റേസ് ടു സെഡ് മൈനസ് 1 അലോങ് ദി സ്ട്രേറ്റ് ലൈൻ സെഗ്മെൻറ്റ് 1/n ടു n പറഞ്ഞ സ്ട്രേറ്റ് ലൈൻ സെഗ്മെൻ്റ് ആണ്. ദെൻ നമുക്ക് എന്ത് പറയാം, എഫ് എൻ ഈസ് അനലറ്റിക്, എഫ് എൻ പറഞ്ഞ അനലറ്റിക് ഫംഗ്ഷൻ ആണ്. നൗ ഇഫ് കെ ഈസ് എ കോമ്പാക്ട് സബ്സെറ്റ് ഓഫ് ജി ദർ ആർ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എ ആൻഡ് എ എന്ന് പറഞ്ഞ രണ്ട് പോസിറ്റീവ് റിയൽ നമ്പർ ബൈ യൂസിങ് ലെമ്മ 7.16. അതായത് നേരത്തെ നമ്മൾ ചെയ്ത ലെമ്മ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു എനെയും ക്യാപിറ്റൽ എനെയും ചൂസ് ചെയ്തത്. സിൻസ് എഫ് എം ഓഫ് സെഡ് മൈനസ് എഫ് എൻ ഓഫ് സെഡ് ബൈ യൂസിങ് കോഷി സീക്വൻസ് equal to 1/m minus 1/n e raised to minus t t raised to z minus 1 dt plus n to m e raised to minus t to t raised to z minus 1 dt എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാം. ഫോർ m greater than n ലെമ്മ 7.56 ആൻഡ് ലെമ്മ 1.7 ലെമ്മ 1.7 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപ്ലൈ ദാറ്റ് എഫ് എൻ ഇസ് എ കോഷി സീക്വൻസ് ഇൻ എച്ച് ഓഫ് ജി. അതായത് നമ്മൾ അത് കോംപ്ലക്സ് നമ്പേഴ്സിൽ പഠിക്കുന്നതാണ്. എഫ് എൻ എന്തായാലും എന്തായിരിക്കും ഒരു കോഷി സീക്വൻസ് ആയിരിക്കും ഇൻ എച്ച് ഓഫ് ജിയിൽ. ബട്ട് എച്ച് ഓഫ് ജി ഇസ് എ കംപ്ലീറ്റ്, എച്ച് ഓഫ് ജി പറഞ്ഞാൽ എന്താ കംപ്ലീറ്റ് ആണ്. സോ കോഷി സീക്വൻസ് എന്തായാലും എന്തായിരിക്കും കംപ്ലീറ്റ് കോഷി സീക്വൻസ് കൺവേർജ് ആയിരിക്കും. സോ നമുക്ക് എന്ത് എഴുതാം, എഫ് എൻ മസ്റ്റ് കൺവേർജ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോഷി സീക്വൻസിൻ്റെ ഡെഫിനിഷനാണ്. ഓക്കെ, then if f is the limit function or limit of the function fn from the above proposition, then define the integral to be this function, that is f of z നമ്മൾ 0 to infinity e raised to minus t t raised to z minus 1 dt real of z greater than 0. To show that this function f of z is indeed the gamma function for real of z greater than 0, we only to show that f of x equal to gamma x for x greater than or equal to 1.
അതായത് ഈ ഒരു ഫംഗ്ഷനിൽ നമുക്ക് ഈ എഫ് ഓഫ് എക്സ് സെറ്റിൻ്റെ സ്ഥലത്ത് എഫ് ഓഫ് എക്സ് കൊടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗാമ ഓഫ് എക്സ് എന്ന് എഴുതാം ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ 1 to ഇൻഫിനിറ്റിയിൽ നമ്മളുടെ എഫ് എന്ന് പറഞ്ഞാൽ എന്താ, ബോത്ത് എഫും ഗാമയും അനലറ്റിക് ആണെന്ന് നമ്മൾ തൊട്ട് മുന്നത്തെ കൊറോളറിലും തിയറത്തിലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എഫ് മസ്റ്റ് ബി ഗാമ. നൗ ഒബ്സർവ് ദാറ്റ് സക്സസീവ് പെർഫോമിംഗ് ഓഫ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് 1 minus t by n raised to n t raised to x minus 1 yield എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതായിരിക്കും എന്നാണ് പറഞ്ഞത്. അത് ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല. എന്നാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർക്കേണ്ട റിസൾട്ട് എന്താ വെച്ചാൽ ലിമിറ്റ് പോയിൻറ്റ്സ് ഇൻ ദി റൈറ്റ് ഹാഫ് പ്ലെയിൻ ഓഫ് ബോത്ത് എഫ് ആൻഡ് ഗാമ ആർ അനലറ്റിക് ആയിരിക്കും നിങ്ങൾ ഓർത്ത് വയ്ക്കാം. സോ ഇൻറ്റഗ്രേഷൻ 0 to n 1 minus t by n all raised to n t raised to x minus 1 dt equal to, അതായത് ഇതെന്ന് പറഞ്ഞത് എഫ് ഓഫ് എക്സ് ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഗാമ ഓഫ് എക്സിൻ്റെ ടേംസിലേക്ക് എഴുതാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഗാമ ഓഫ് എക്സിൻ്റെ എക്സ്പ്രഷനാണിത്. വിച്ച് കൺവേർജസ് ടു ഗാമ ഓഫ് എക്സ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ നമുക്ക് ഗാമ ഓഫ് എക്സ് കൺവേർജസ് ആവും ബൈ ഗോസ് ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് പറയാം. If we can show that integral in this equation converges to integration 0 to infinity e raised to minus t raised to x minus 1 dt f of x as n tends to infinity. അപ്പോൾ ഗാമ ഓഫ് എക്സ് n tends to infinity ഗോസ് ഫോർമുല യൂസ് ചെയ്ത് ഗാമ ഓഫ് എക്സ് കൺവേർജൻസ് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷനും n tends to infinity ആകുമ്പോൾ അത് കൺവേർജസ് ആയിരിക്കും. ഓക്കെ, ദെൻ തിയറം 7.15 ഈസ് പ്രൂവ്ഡ്. ഇതാണ് 7.15ൻ്റെ പ്രൂഫ് വരുന്നത്. അതായത് എവിടുന്ന് മുതൽ സ്റ്റാർട്ടിങ് വെച്ചാൽ ഇവിടുന്ന് മുതൽ സ്റ്റാർട്ടിങ്. ഓക്കെ, 7 point. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, സോറി. നിങ്ങൾ ജസ്റ്റ് ഇത്രയും എഴുതിയാൽ മതി. 7.15ൻ്റെ പ്രൂഫാണിത്. അപ്പോൾ ഫോളോയിങ്സ് ഫ്രം ദി ലെമ്മ, അതായത് ഈ ലെമ്മ യൂസ് ചെയ്തിട്ടാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. എഫ് എൻ മസ്റ്റ് ബി കൺവേർജ് എന്ന് പറഞ്ഞ കോഷി സീക്വൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അത് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ആ തിയറം 7.15 എഴുതുക, എന്നിട്ട് അതിൻ്റെ പ്രൂഫ് ഇവിടുന്ന് മുതൽ ഇതുവരെ എഴുതാം കേട്ടോ. ദെൻ തിയറം 7.15 ഈസ് പ്രൂവ്ഡ്.